ഉപതിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിന് മുൻപ് കേരള രാഷ്ട്രീയം ആടിയുലഞ്ഞത് നിലമ്പൂർ എംഎൽഎ PV അൻവർ തുറന്നുവിട്ട പോർമുഖത്താണ്. പോലീസ് സേനയെ ADGP MR അജിത് കുമാർ കയ്യിലിട്ട് അമ്മാനമാടുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം. ഓരോ ദിവസവും അൻവർ പരസ്യപ്പെടുത്തിയ കാര്യങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്തു. അൻവർ പോകുന്നിടത്തെല്ലാം മാധ്യമങ്ങൾ വട്ടം കൂടി. ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും PV അൻവർ ശക്തമായ ആരോപണവുമായി എത്തി. മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ലെന്ന് വരെ അൻവർ ആഞ്ഞടിച്ചു. ഇതോടെ ഇടതു ക്യാമ്പിൽ നിന്ന് പുറത്തേക്കുള്ള വഴി തുറന്ന അൻവറുമായി പക്ഷേ മറ്റു പാർട്ടികൾ അകലം പാലിച്ചു. ശക്തി തെളിയിക്കാൻ തമിഴ്നാട് യാത്ര നടത്തിയ അദ്ദേഹം DMK എന്ന സ്വന്തം പാർട്ടി പ്രഖ്യാപിച്ചു. ഈ വേളയിലായിരുന്നു ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ച അൻവർ പാലക്കാടും ചേലക്കരയിലും DMK മത്സരിക്കുമെന്ന് അറിയിച്ചു. ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ നിലപാട് മയപ്പെടുത്തി UDFന്റെ വാതിൽ തുറക്കുമോ എന്ന് നോക്കി. VD സതീശൻ സ്വരം കടുപ്പിച്ചതോടെ അൻവറിന്റെ നെറ്റി ചുളിഞ്ഞു. പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് അൻവർ ചേലക്കരയിൽ കച്ച കിട്ടി. പ്രമുഖ കോൺഗ്രസ് നേതാവ് NK സുധീറിനെ കൂടെ ചേർത്തതോടെ UDF വോട്ടുകൾ ചിതറുമെന്ന ആശങ്കയായി. എങ്കിലും തമാശ പറയല്ലേ അൻവർ എന്ന മറുപടിയാണ് വിലപേശലിന് ശ്രമിച്ചപ്പോൾ സതീഷിനിൽ നിന്നും കിട്ടിയത്. പ്രചരണത്തിൽ കൊമ്പുകൊലുക്കാൻ DMK ആഞ്ഞു ശ്രമിച്ചെങ്കിലും എവിടെയോ പാളി. ഫലം വന്നപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ NK സുധീറിന് കിട്ടിയ വോട്ടുകൾ ചെറുതല്ലെന്ന് ആശ്വസിക്കാം. 3920 വോട്ടുകളാണ് NK സുധീറിന് കിട്ടിയത്. വാശിയേറിയ പോരാട്ടം മുന്നണികൾക്കിടയിൽ നടക്കുമ്പോൾ ഈ വോട്ടുകൾ നേടാനായത് അൻവറിന് ആശ്വാസമാണ്. 12000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് UR പ്രദീപിന് ചേലക്കരയിൽ ലഭിച്ചത്. 2021 K രാധാകൃഷ്ണന് 39,000 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ടായിരുന്നു. ചേലക്കരയിൽ കണ്ടത് പിണറായി സർക്കാരിനോടുള്ള ജനവികാരമാണ് എന്ന് അൻവർ സൂചിപ്പിക്കുന്നുണ്ട്. 140 മണ്ഡലങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിച്ച ഇത്രയും വോട്ട് നേടാൻ സാധിക്കുന്ന എത്ര പാർട്ടികൾ കേരളത്തിലുണ്ട് എന്ന നിർണായക ചോദ്യവും അൻവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് ആവേശം കഴിഞ്ഞ സാഹചര്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ അൻവറിന്റെ ഭാവി എന്ത് എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. DMKയെ ശക്തിപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കുമോ, അതല്ല മറ്റു മുന്നണികളുടെ ഭാഗമായി മാറുമോ? സർക്കാരിനും പോലീസിനുമെതിരെ അൻവർ ഉയർത്തിയ ചോദ്യങ്ങൾ പ്രധാനമാണ് എന്ന് നിരീക്ഷിക്കുന്നവരുമുണ്ട്. അൻവറിനെ കൂടെ കൂട്ടിയാൽ പാർട്ടിക്കുള്ളിൽ വിള്ളൽ ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് കോൺഗ്രസിന്. മലപ്പുറത്ത് കോൺഗ്രസിന് ശക്തമായ സാന്നിധ്യമുള്ള 2 മണ്ഡലങ്ങളാണ് നിലമ്പൂരും വണ്ടൂരും. AP അനിൽകുമാർ ഉള്ളപ്പോൾ വണ്ടൂരിന്റെ അവകാശത്തിനായി ചോദ്യം ഉയരില്ല. ആര്യാടൻ ഷൗക്കത്തും VS ജോയിയുമെല്ലാം നോട്ടമിടുന്ന നിലമ്പൂരിൽ അൻവറിനെ കൂടെ ചേർത്ത് പുതിയ വെല്ലുവിളി തോളിലേറ്റണ്ട എന്ന നിലപാടിൽ കോൺഗ്രസ് എത്താനാണ് സാധ്യത. അതേസമയം അൻവർ പുറത്തു നിന്നാൽ വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും തിരിച്ചടി ലഭിക്കുന്നത് മലപ്പുറത്തെ CPM കോൺഗ്രസ് പാർട്ടികൾക്കാണ് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്.